സങ്കീർത്തനം 65:4. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാകും. അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവം സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്. ഒരാലയത്തിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ദൈവമല്ല യഹോവയായ ദൈവം. എന്നാൽ ആരാധനയ്ക്കായി ദൈവമക്കൾ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ദൈവസാന്നിധ്യം കൊണ്ട് നിറയുന്നു. ദൈവസന്നിധിയിൽ ആ സാന്നിധ്യത്തിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ സന്തോഷം മറ്റൊരിടത്തും ലഭിക്കാത്തതാണ്. ലോകപ്രകാരമുള്ള നേട്ടങ്ങളെക്കാൾ ദൈവാലയത്തിലെ നന്മകൾ ഒരു വിശ്വാസിയുടെ ആത്മാവിനെ പൂർണ്ണമായി സംതൃപ്തനാക്കുന്നു. ഇതിനായി ദൈവം ജനങ്ങളെ തന്നിലേക്ക് അടുപ്പിക്കുന്നു. ദൈവസാന്നിധ്യത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം, സമാധാനം, സംതൃപ്തി ഇതൊന്നും മറ്റാർക്കും മറ്റൊന്നിനും തരുവാൻ സാധിക്കാത്തതാണ്. അത് നമുക്ക് തൃപ്തി നൽകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഭൗതിക നന്മകൾക്ക് കുറവുണ്ടെങ്കിലും ആത്മാവിൻ്റെ സംതൃപ്തി നമ്മുടെ ഭൗതിക മേഖലകളിലേക്കും വ്യാപരിക്കുവാനിടയായിത്തീരുന്നു. നാം ഉള്ളതിൽ തൃപ്തരായിത്തീരുന്നു. ആലയം വിശുദ്ധമായ ഒരു സ്ഥലമാണ്. ആ വിശുദ്ധിയിൽ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അശുദ്ധികളെ തിരിച്ചറിഞ്ഞ് അതിനെ ഒഴിവാക്കുവാൻ നമ്മൾ സമർപ്പിക്കപ്പെടുന്നു. സമ്പൂർണമായ ദൈവസാന്നിധ്യമാണ് ആലയത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതൊന്നും ഭാഗികമായിരിക്കില്ല, സകലവും പൂർണ്ണമായിരിക്കും. സങ്കീർത്തനം 36:8 നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. ദൈവസാന്നിധ്യം നമുക്ക് ആത്മീയമായും ഭൗതികമായും പുഷ്ടി നൽകുന്നു. ആത്മാവിൽ ലഭിക്കുന്ന പുഷ്ടി ശത്രുവിൻ്റെ അമിക്കയറുകളെ പൊട്ടിച്ചെറിയുവാൻ നമ്മെ സഹായിക്കുന്നു. ശിംശോൻ്റെ മേൽ ആത്മാവിൻ്റെ നിറവ് വന്നപ്പോഴൊക്കെ ദുഷ്ടൻ്റെ പദ്ധതികളെ തകർത്തെറിയുവാൻ അവനിടയായി. സങ്കീർത്തനം 27:4 ദാവീദിൻ്റെ ആഗ്രഹവും അപേക്ഷയും യഹോവയുടെ മനോഹരത്വം കാണുവാനും യഹോവയുടെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും തൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കുവാനുമായിരുന്നു. 1 കൊരിന്ത്യർ 6:19 പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നമ്മുടെ ശരീരമെന്ന് പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം മുഖാന്തരം നമ്മുടെ ശരീരം ദൈവിക നന്മകൾ അനുഭവിക്കുവാൻ ഇടയായിത്തീരുന്നു. നമ്മുടെ വ്യക്തിജീവിതത്തിൽ, കുടുംബത്തിലൊക്കെ ഈ നന്മ കൊണ്ട്, ദൈവസാന്നിധ്യത്തിലെ പുഷ്ടി കൊണ്ട് അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരട്ടെ. അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ. ദുഷ്ടൻ്റെ പദ്ധതികളെ തകർത്ത് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആത്മാവിൽ ശക്തന്മാരായി തീരുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങയുടെ ആലയത്തിലെ നന്മ കൊണ്ട് ഞങ്ങൾ തൃപ്തി പ്രാപിക്കുവാൻ, പുഷ്ടി പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.